വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള സ്പൈസി ബ്രെഡ് സ്നാക്ക് റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 6 പീസ് ബ്രെഡാണ്. ബ്രെഡ് ഞാനിവിടെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നോർമൽ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് കട്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിനകത്തേക്ക് 1/4 കപ്പ് അളവിൽ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 4 ടേബിൾ സ്പൂൺ അളവിൽ സവാള പൊടിയായി കൊത്തി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായി പൊടിയായി അരിയുന്നതാണ് നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ സൗകര്യം. പിന്നീട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും, അതുപോലെ തന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തതും, കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും, 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും, 1 ടീസ്പൂൺ അളവിൽ അരിപ്പൊടിയും, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. പിന്നീട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിതിവിടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെയായി ചേർത്ത് ബാറ്റർ മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ബാറ്റർ ഒന്ന് ഞാൻ ലൂസാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതൊരു 2 മിനിറ്റ് സമയം ഞാനിത് കവർ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബ്രെഡിൻ്റെ പീസ് ബാറ്ററിൽ നന്നായി ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ബാറ്റർ നന്നായി കോട്ടായി കഴിഞ്ഞാൽ നമുക്കിത് ഓയിലിനകത്തേക്ക് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു വശം ആയതിനു ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ള ബ്രെഡിൻ്റെ പീസും ഓരോന്നോരോന്നായി ബാറ്ററിൽ മുക്കി ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. നിങ്ങൾ എല്ലാവരും ഈ സ്നാക്ക് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.